അങ്ങനെ നമ്മൾ ഹിൽ പാലസ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ നമ്മൾ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 തൊട്ട് 12:30 വരെയാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. പിന്നെ 2 മണി തൊട്ട് 4 മണി വരെ അങ്ങനെയാണ് സമയം. അപ്പോൾ മുതിർന്നവർക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപയാണ്. പിന്നെ മൊബൈലിലെ ക്യാമറ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾ 10 രൂപയും കൂടെ എക്സ്ട്രാ അടയ്ക്കണമായിരുന്നു. അതും അടച്ച് അകത്ത് കയറി. പിന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് ഓരോ വണ്ടികൾക്ക് 2 വീലറിന് 10, കാറിന് 30, മിനി ട്രാവലർ, അങ്ങനെ ബസ് അതിന് 50, അങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളാണ്. നമുക്കപ്പോൾ കയറി കാണാം. അല്ലാണ്ട് ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ പാലസിലേക്ക് പോകുന്നത്. വേഗം കയറിക്കോ, ഏതോട്ടാ വേഗം അങ്ങ് മേളിൽ ചെല്ലണേ. 12:30 അടച്ച പിന്നെ നമുക്ക് കയറാൻ പറ്റത്തില്ല. പടിക്കെട്ടുകൾ കയറി മുകളിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് ഇടതുവശത്ത് ഒരു ക്ലോക്ക് റൂമുണ്ട്. അവിടെ പോയിട്ട് നമ്മളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണ സ്ഥിരാകേന്ദ്രവുമായിരുന്നു 1865 പണി കഴിപ്പിച്ച ഹിൽ പാലസ്. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങൾ അടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, ചരിത്രാതീത പാർക്ക്, പിന്നെ കുട്ടികളുടെ പാർക്ക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഇതെല്ലാം പല പല ബിൽഡിങ്ങുകളായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ പാസേജ് കൊടുത്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട്. ചുറ്റുമുള്ളതിനെല്ലാം അങ്ങനെ തന്നെയാണ്. ആ പാസേജിലുള്ളതെല്ലാം മരം കൊണ്ടാണ് ആ ജനലും ഇതിൻ്റെ എല്ലാ അഴികളെല്ലാം ഉള്ളത്. ഇത് പാലസിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഇത് നമ്മളുടെ മണിച്ചിത്രത്താഴ് സിനിമയിലുള്ളതാണ് കേട്ടോ ഈ പോർഷനൊക്കെ. കൊട്ടാരത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് നമ്മൾ മരത്തിൻ്റെ ഗോവണി വഴിയാണ് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ രാജാവിൻ്റെയും മന്ത്രിമാരുടെയും ഇരിപ്പിടങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതിൽ രാജാവിൻ്റെ ഇരിപ്പിടം ഉണ്ടാക്കിയിരിക്കുന്നത് ഈട്ടിത്തടി കൊണ്ടാണ്. ഈട്ടിത്തടിയിൽ വെള്ളി ലോഹം പൊതിഞ്ഞിട്ടുണ്ട്. കവണം തൊട്ട് ഇവിടം വരെ മരം കൊണ്ടുള്ള ഇടനാഴിയാണ്. നമുക്ക് ഇഷ്ടം പോലെ ലൈറ്റ് കയറും. വേണ്ട, ഇത് തുറക്കാൻ പറ്റുന്ന ജനലുകളാണ്. നമുക്ക് 2 സൈഡിൽ ഇഷ്ടം പോലെ കാറ്റും വെളിച്ചവും കയറും അകത്തേക്ക്. ആന വേണ്ട, ഇതൊരാനയുടെ രൂപം കരിവീട്ടിത്തടിയിൽ കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിനകത്ത് വെച്ചിരിക്കുന്ന ആനക്കൊമ്പുകൾ ശരിക്കുള്ള ആനക്കൊമ്പാണ്. ഇതെല്ലാം കൊച്ചി എന്ന പേരിൻ്റെ പിന്നിലുള്ള അഭ്യൂഹങ്ങളല്ലേ. ലാസ്റ്റ് അവരെത്തിച്ചേർന്നാണ് ഈ കൊച്ചി എന്നുള്ള പേരിൽ. കൊച്ച അഴി ആണ് കൊച്ചിയായത്. ഗോശ്രീ എന്ന സംസ്കൃത പദമാണ് പിന്നീട് കൊച്ചിയായത്. ചൈനയിലെ കുബ്ലായ് ഖാൻ അയച്ച കച്ചവടക്കാർ തങ്ങളുടെ നാടിൻ്റെ പേര് കൊച്ചിക്ക് നൽകിയതാണ്. കായലും കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നദിയുടെ പേരാണ് കൊച്ചിക്ക് നൽകിയിരിക്കുന്നതെന്ന് 15-ാം നൂറ്റാണ്ടിലെ ഇറ്റാലിയൻ യാത്രികർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് രാജാവിൻ്റെ പൂജാമുറിയാണ്. ഇവിടെയാണ് രാജാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നല്ല നീണ്ട ഇടനാഴിയും ഇങ്ങനെ എന്തോരം സ്ഥലങ്ങളല്ല ഇങ്ങനെ കിടക്കുന്നത്. നമുക്ക് ഹിൽ പാലസിന്റെ അകത്തുനിന്ന് ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മള് പുറത്തുനിന്ന് എടുക്കാൻ പോകുക. നമുക്ക് എല്ലായിടത്തും കുറെ ചെടിയൊക്കെ ഉണ്ട്. അതാണ് ലൈബ്രറി. അതിന്റെ പുറകിലോട്ടേക്ക് നോക്കിക്കോ, അത് ലൈബ്രറി അല്ലായിരുന്നു, അതാണ് ശില്പം ഗാലറി. അല്ല ഷായോച്ചി, നമ്മള് കിങ്ങിന്റെയും ക്വീനിന്റെയും പാലസിൽ കയറിയില്ലേ, ഇത് അവരുടെ കൊച്ചുകളുടെ പാലസിൽ കയറിയാലോ. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോകാം. അവിടെ പാലസാ, അവിടെ ചിലപ്പോൾ മ്യൂസിയം ഉണ്ടായിരിക്കും. പോകാം. ഇത് ശിലാശില്പം കൊണ്ടുണ്ടാക്കിയ ഗാലറിയാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമാണ്. ഇതെല്ലാം കല്ലിലുണ്ടാക്കിയതാണ്. ഇത് നാഗരാജാവാണ്. ഇതൊക്കെ കോട്ടയം ജില്ല എന്നൊക്കെ എഴുതിയേക്കുന്നത് ചിലപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കും 18-ാം നൂറ്റാണ്ടിൽ. ഇത് 19-ാം നൂറ്റാണ്ടിലെയാണ്. ഇതിൻ്റെ ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. ചിലപ്പോൾ 2 മണിക്ക് ശേഷം തുറക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുമായിരിക്കും. ഇതിനകത്ത് മുഴുവനും അങ്ങനത്തെ കല്ലും കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങളാണ്. ഇവിടെ നീണ്ട ഒരു പാസേജ് കാണുന്നുണ്ട്. നമുക്ക് ഇതിലേക്കൂടെ പോയാൽ കുളത്തിലേക്കാണ് പോകുന്നത്.
അവിടെയാണ് പണ്ട് രാജാക്കന്മാരൊക്കെ കുളിക്കാൻ പോകുന്ന കുളം ഉണ്ടായിരുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോയി കളിച്ചാലോ? ഇഷ്ടംപോലെ ഭയങ്കര നീളത്തിലാണ് കാണുന്നത്. നല്ലൊരു രസമുണ്ട്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇത് ഓടിട്ട മേൽക്കൂരയായിട്ട് വളരെ ഒരു നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ഇവിടെയൊന്നും വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടി അവർ ക്യാമറയൊക്കെ വെച്ചേക്കും. പിള്ളേരൊക്കെ ഈ അതിലെല്ലാം വരയ്ക്കുകയും നാഗം കൊണ്ട് കോറും ഒക്കെ ചെയ്യത്തില്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങ് പോയി നോക്കാവേ. ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു ഗൃഹാതുരത്വത്തിന്റെ ഫീല് വരുന്നല്ലേ? ഗൃഹാതുരത്വം. ഇത് ചാമ്പയുടെ മോഡലാണല്ലോ. ചാമ്പയാണോ? പനിനീർ ചാമ്പ. ചുറ്റുമുള്ളത് നോക്കിക്കേ, സപ്പോട്ടയൊക്കെ കേട്ടോ. സപ്പോട്ടയും മറ്റുള്ള എന്തൊക്കെയോ ഫലവൃക്ഷങ്ങളൊക്കെ അധികം കാണുന്നേ തോന്നുന്നു. എന്തോ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു കൊട്ടാര വരുന്നത് അല്ലേ? കൊട്ടാര വളപ്പ്. ഇരുമ്പിൻ്റെ പാത്ര. ഇത് വേണേൽ കൊട്ടാരത്തിലുള്ളവർ വെള്ളം കുളിക്കാൻ വേണ്ടി തിളപ്പിക്കുന്നത് ഇതിനകത്തായിരിക്കും. ഉണ്ടോ? കുളിക്കാൻ തണുപ്പുള്ള സമയത്ത് കുളിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുന്നതായിരിക്കും ചിലപ്പോൾ, അറിയത്തില്ലേ. ആ, വെള്ളം തിളപ്പിക്കാനായിരിക്കും അടിയിൽ തീയൊക്കെ വെച്ചിട്ട്. കുക്ക് ചെയ്യുന്നതല്ല, അവർ കുളിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുന്നതായിരിക്കണം. അല്ലടാ, അത് വെള്ളം കുളിക്കാൻ വേണ്ടി തിളപ്പിക്കും. ഈ പടവുകളെല്ലാം ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ കുളം. ഇത് നമുക്ക് എങ്ങോട്ട് അകത്തേക്ക് കിടക്കാനുള്ള പ്രവേശനമില്ല. ഇവിടെ പടികൾ ഇറങ്ങിയാണ് താഴേക്ക് കുളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ 2-3 പടികൾ ഉള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇത് നോക്ക്, ക്ലോസ് ആയിട്ട് നോക്കൂ. വെള്ളമൊന്നും ഇപ്പം നല്ലതല്ലാന്ന് തോന്നല്ലേ? ഒന്നും ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട്. പച്ച കളർ വെള്ളം കിടക്കുന്നു. പായലായിരിക്കുമല്ലേ നല്ലോണം. എന്തായാലും അന്നത്തെ ആ പടിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഇന്നും നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭിത്തിയിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ചിത്രപ്പണികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രൗഢമായ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു മനസ്സിൽ. ഇവിടെ ഒരു തുളസിത്തറ കാണുന്നുണ്ട്. പുറകിൽ അമ്പലത്തിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്ന ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അമ്പലമാണോ എന്നറിയത്തില്ല. ഇതൊക്കെ കല്ലിലുണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ? ഇത് കല്ലിലുണ്ടാക്കിയ തൂണാണ്. ഇതിലെന്തൊക്കെയോ കൊത്തുപണികളുണ്ട് ദൈവങ്ങളുടെ. എനിക്ക് തോന്നുന്നു ഇത് അമ്പലത്തിൻ്റെ പ്രദേശമാണെന്ന് തോന്നുന്നു. ചെറിയ അമ്പലമാണെന്ന് തോന്നുന്നു. ഇപ്പം അതൊരു ഹാള് പോലെയാണ് കിടക്കുന്നത്, നമുക്ക് മനസ്സിലാവുന്നില്ല. മാവ്, പ്ലാവ്, സപ്പോട്ട തുടങ്ങിയ ഫലവൃക്ഷങ്ങളൊക്കെയാണ് ഈ കോമ്പൗണ്ടിലൊക്കെ കാണുന്ന കേട്ടോ. ഒരുപാടുണ്ട്. പനിനീർ ചാമ്പ, പിന്നെ ഒരുപാട് ചെടികളുണ്ട്. ഇത് 1949 വരെയാണ് ഇവിടെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് ശേഷം തിരുക്കൊച്ചി സംസ്ഥാനം വന്നു. അതിനുശേഷം കൊച്ചി രൂപപ്പെട്ടു. നല്ല വിശാലമായ താമരക്കുളം. ഇത് താമരയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് വിരിഞ്ഞിട്ടില്ല. താമരയാണോ ആമ്പലാണോ വെച്ചത്? ആമ്പല. ഇത് താമരക്കുളം അല്ലേ? നോക്കച്ച, നല്ല വള്ളിക്കുടില്. ഇതേ ഈ ചെടി നോക്കിക്കേ. നമ്മളുടെ പറമ്പിലൊക്കെ ഈ ഒരു സൈസ് ഒരു ചീരവില്ലേ, കാട്ടുചീര, അതിൻ്റെ പോലെയല്ലേ ഈ പൂക്കൾ കണ്ടാല്? ഇങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാട്ടിക്കൂടെയൊക്കെ ഉള്ള പറമ്പിലൊക്കെ ഉള്ള ചീര കണ്ടിട്ടുണ്ടോ? അതേപോലത്തെ മോഡലാണ് ഇത്. ഇത് ചെടിയായിരിക്കും, അത് കാട്ടിലുണ്ടാകുന്ന ചീരയാട്ടോ. ഈ കളറ് വരുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇത് അങ്ങോളമുണ്ട്. നോക്കിയേ, ഈ മാവിൻ്റെ ഒരു വണ്ണം നോക്കിയേ. ഇത് എത്ര നാൾ മുന്നത്തെ മാവായിരിക്കും. ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ളവരുണ്ട് കണ്ടിട്ടേ. ഭയങ്കര തടിയൊക്കെ ആയിട്ട്. ഇതിൻ്റെ ചുറ്റുപാടും വലിയ ജനലുകളാണ് കേട്ടോ. അതുകൊണ്ട് കൊട്ടാരത്തിനുള്ളിൽ ഇഷ്ടംപോലെ വെളിച്ചം ഉണ്ടായിരിക്കും. മേളിലും അതുപോലെ തന്നെയാണ്. മുഴുവനും വിൻഡോകളാണ് കാണുന്നത്, മരം കൊണ്ടുള്ളത്. ഈ പാസേജിൻ്റെ ഇതിന് താഴത്തെ ഫ്ലോറിൽ നിന്ന് മേലത്തെ ഫ്ലോറിലേക്ക് പോകാൻ എല്ലാം മരത്തിൻ്റെ സ്റ്റെയർ കേസുകളാണ്. അത് നല്ല വീതിയുള്ള സ്റ്റെയറുകൾ, ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഹിൽ പാലസ് മ്യൂസിയം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടികളുടെ ഒരു പാർക്കുണ്ട്.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലായിട്ട് കാണുന്നതാണ് ഈ വലിയ കുളം. നമ്മൾ ഇതും കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ട്രെയിനിൽ കയറി എറണാകുളം സൗത്തിലെത്തി നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്, കണ്ണൂർക്ക്.